10 വർഷത്തെ ഇടതു ഭരണത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമേൽ ചുമത്തപ്പെട്ട മാസപ്പടി ആരോപണം. പ്രതിപക്ഷത്തെത്തിയിട്ടും CPM-നെ മാസപ്പടി ഭൂതം വിട്ടുമാറുന്നില്ല. പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയ വിഷയത്തിൽ വലിയ തോതിൽ ചർച്ചകളും നിയമയുദ്ധങ്ങളും നടന്നുവെങ്കിലും കേസിൽ പിണറായിയോ മകളെയോ ഇതേവരെ ഒന്ന് തൊടാൻ പോലും കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ED അന്വേഷണത്തിനുടൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് അതിരാവിലെ തന്നെ ED റെയ്ഡ് നടത്തിയത്. പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ വൻതോതിൽ അക്രമം അരങ്ങേറിയെങ്കിലും CPM-നെ റെയ്ഡ് ഞെട്ടിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസും കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡും CMRL ഇവർ രണ്ടുപേരും ഉൾപ്പെട്ടതാണ് മാസപ്പടി കേസ്. എക്സലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് CMRL 1.72 കോടി രൂപ പ്രതിഫലം നൽകിയെന്നാണ് EDയുടെ കേസ്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിനെ തുടർന്നാണ് കേസിൽ ED വിശദമായ അന്വേഷണം ആരംഭിച്ചത്. വളരെ നിയമവിരുദ്ധമായി പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിച്ച് കരിമണൽ ഖനനം നടത്തുന്ന CMRL കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി കൊച്ചി കടൽ തീരത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്നത് നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ UDF, LDF, BJP നേതാക്കൾ എല്ലാവരും ഉൾപ്പെട്ടിരുന്നു. പക്ഷെ പിടിവീണത് പട്ടികയിലെ വമ്പന് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ പണം CMRL നൽകിയത് പിണറായി വിജയനാണ് എന്നാണ് ഉയർന്നു വന്ന ആരോപണം. കൂടാതെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മക്കളെന്ന പേരിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സലോജിക്കിന് ഓരോ മാസവും 1.72 കോടി രൂപ നൽകിയെന്നും കണ്ടെത്തി. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് CMRL നടത്തിയ റെയ്ഡിൽ 132.82 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇതിൽ 1.72 കോടി രൂപയാണ് വീണ വിജയന്റെ എക്സലോജിക് കമ്പനി അക്കൗണ്ടിലേക്ക് എത്തിയതെന്ന് രേഖകളാണ് ED ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചത്. മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ NDA നേതാവായ ഷോൺ ജോർജാണ് ആദ്യമായി നിയമ പോരാട്ടവുമായി രംഗത്തെത്തിയത്. ഷോൺ ജോർജ് നൽകിയ പരാതിയെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIOയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേസിൽ വീണ വിജയൻ 11ാം പ്രതിയാണ്. ഇതേ തുടർന്ന് ഇരുവർക്കുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. പ്രാഥമിക തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഒന്നിലധികം കോടതികളിൽ ഈ കേസ് വന്നതിൻ്റെ സാങ്കത്യം ചൂണ്ടിക്കാട്ടി കോടതി ഹർജി തള്ളി. 2019 ജനുവരി 25-ന് ആദായ നികുതി വകുപ്പ് CMRL കമ്പനിയുടെ ഓഫീസുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വസതികളിൽ നടത്തിയ റെയ്ഡിൽ കേസിന് അടിസ്ഥാനമായ പല തെളിവുകളും പുറത്തേക്ക് വന്നു. എന്നിട്ടും ED അന്വേഷണം വൈകിപ്പിക്കുകയാണെന്ന് വ്യാപകമായ ആരോപണം ഉയർന്നു. BJP ED ഉപയോഗിച്ച് LDF-നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് രാഷ്ട്രീയ ആരോപണങ്ങളും ഒപ്പമുയർന്നു. ചെലവുകൾ വ്യാജമായി വർദ്ധിപ്പിച്ച് കാണിച്ച് CMRL 133.82 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയത്. നിയമവിരുദ്ധമായി സമീപിച്ച ഈ കള്ളപ്പണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്തതായും ED കണ്ടെത്തി. ഇതിൽ പ്രധാന വിഹിതം വീണ വിജയന്റെ എക്സലോജിക് കമ്പനിക്ക് തന്നെയാണ് ലഭിച്ചത്. കമ്പനിക്ക് എന്തിനാണ് CMRL ഇത്രയും വലിയൊരു തുക നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല. ഇതാണ് ഇടത് സർക്കാരിനെ പിണറായി വിജയനെയും ഒരുമിച്ച് സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് നീക്കി നിർത്തിയത്. ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കരിമണൽ ഖനനം നടത്താൻ CMRL തയ്യാറാണെങ്കിലും അവർക്ക് മുൻകാലത്തുണ്ടായ പ്രക്ഷോഭങ്ങളുടെ പേര് പറഞ്ഞ് അനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനോട് ഈ കമ്പനിയുടെ പ്രൊമോട്ടറായ ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ വീണയുടെ എക്സലോജിക്കിന് CMRL IT മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായി കരാർ നൽകി. 2017 മാർച്ച് 2-ന് എക്സലോജിക് കമ്പനിയുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ പരിശീലന കരാറിലും വീണ വിജയൻ ഏർപ്പെട്ടു.
2019 ജനുവരി 25 CMRL ഓഫീസുകളിൽ നടത്തിയ ED റെയ്ഡിൽ അങ്ങനെയാണ് 133.82 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. കൂടാതെ വീണ വിജയൻ ലഭിച്ച പണത്തിൻ്റെ രേഖകളും കൈയോടെ കിട്ടി. 2023 വീണ വിജയനും എക്സലോജിക്കിനും നൽകിയ 1.72 കോടി രൂപ അതൊരു ബിസിനസ് ചെലവല്ലെന്നും യാതൊരു സേവനവും നൽകാതെ വാങ്ങിയ നിയമവിരുദ്ധ പണമാണെന്നും ED തെളിവ് സഹിതമാണ് കണ്ടെത്തിയത്. 2024 എക്സലോജിക് കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 188, സെക്ഷൻ 448 എന്നിവ ലംഘിച്ചതായി കണ്ടെത്തുകയും ED വിഷയം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ SFIOയുടെ അന്വേഷണ ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജി കോടതി തള്ളുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകുകയും ചെയ്തു. 2026 മെയ് 26 ED അന്വേഷണം റദ്ദാക്കണമെന്ന കമ്പനിയുടെ ഹർജി ജസ്റ്റിസ് TR രവി തള്ളി. EDക്ക് അങ്ങനെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പൂർണ്ണ അനുമതിയും ലഭിച്ചു. ഇതേ തുടർന്നാണ് ED റെയ്ഡിന് തുടക്കമിട്ടത്. അത് രാവിലെ ആയതിനാൽ ആരും അറിഞ്ഞില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ലഭിച്ച ഔദ്യോഗിക വസതി കണ്ടോൺമെൻറ് ഹൗസ് ഉപേക്ഷിച്ച് ഒരു വാടക വീട്ടിലേക്ക് താമസം മാറിയത് EDക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കി. അങ്ങനെ ബുധനാഴ്ച പുലർച്ചെ ED പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ലക്ഷ്യം വീണ വിജയൻ തന്നെയാണ്. 8 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. ഒടുവിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം EDയുടെ പക്കലുള്ള രേഖകളെ കോർത്തിണക്കുന്ന മറ്റ് തെളിവുകളടക്കം അവർ ശേഖരിച്ചു. എന്നിട്ട് വീണ ജോർജിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ച ശേഷമാണ് ED അവിടെ നിന്നും പുറത്തേക്ക് മടങ്ങിയത്. അപ്പോഴത്തേക്കാണ് EDക്ക് നേരെ ആക്രമണം ഉണ്ടായതും CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്ന വാഹനം അടിച്ചു തകർത്തതും. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDക്ക് നേരെ CPMലെ മുതിർന്ന നേതാക്കൾക്കുണ്ടായിരുന്ന അമർഷവും അരിശവും ഒക്കെ പ്രതിഷേധവുമൊക്കെ പാർട്ടി അണികൾ ചേർന്നങ്ങ് തീർത്തു കൊടുത്തു. ചെയ്തത് വലിയൊരു വിപത്താണെന്നും ഈ പ്രവൃത്തിക്ക് കൂട്ടുനിന്ന നേതാക്കളടക്കം അഴികൾ എണ്ണേണ്ടി വരുമെന്നും വ്യക്തമാണ്. എന്താണ് CMRLും എക്സലോജിക് കമ്പനിയും തമ്മിലുള്ള മാസപ്പടി കേസെന്ന് ഇനിയും അന്വേഷിക്കുന്നവർക്കുള്ളൊരു ചെറിയ വിശദീകരണമാണ്.